നമസ്കാരം, വ്ളോഗേട്ടനാണ്. എൻ്റെ പുറകിൽ കാണുന്ന കടൽ കണ്ടോ? ഞാനിപ്പോൾ നിൽക്കണതേ നമ്മുടെ ഗണേശമംഗലം ബീച്ച്, ഫസൽ നഗർ എന്നൊക്കെ പറയും, അതിൻ്റെ ഒരു പരിസരത്താണ്. ഈ ഒരു ഏരിയ അതിഭയങ്കരമായിട്ട് കടലാക്രമണം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറക്കമായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കടൽ കയറി വരുന്നത് കാണാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കടലാക്രമണം കാണിച്ചതിൻ്റെ ബാക്കി ശേഷിപ്പുകൾ നമുക്ക് കാണാം. ഇവിടെ നിന്നൊക്കെ കംപ്ലീറ്റ്ലി മണലിടിച്ചുകൊണ്ട് പോയി. ഈ കാണുന്നത് റോഡാണ് കേട്ടോ. റോഡും കടലും തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള ഇവിടെ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. കണ്ടോ, റോഡ് കടൽ തമ്മിൽ കൂടിച്ചേരാൻ അധിക സമയമില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു. ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ മണലിടിച്ചിടിച്ചിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. തെങ്ങുകളൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും എന്നിട്ട് മറിഞ്ഞു വീഴാം. വീണ തെങ്ങുകളവിടെ കിടക്കുന്നുണ്ട്. ഇത്രയും ഇടിച്ച് കൊണ്ടുപോയിരുന്ന കടലും റോഡും ഒന്നാവാൻ പോവുകയാണ്. തെങ്ങൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും വീഴാം. വീണ കിടക്കുന്ന തെങ്ങുകളവിടെ കാണാം. വീടുകൾ ഒരുപാട് ഇവിടെ പോയിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്, നമുക്ക് കാണാം. ആ ഒരു ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഒരുപാട് വീടുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, ഹോം സ്റ്റേകൾ, അതുപോലെ ഒരുപാട് സംഭവങ്ങളുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ അപ്പോൾ ഇവിടുത്തെ ഒരു ഭീകരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ കടൽ കുറവായതുകൊണ്ട്, അതായത് ഇറക്കമായതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നിന്നിട്ട് ഈ കാഴ്ചകൾ കാണിക്കാൻ പറ്റുന്നത്. ഇന്നലെയൊക്കെ അതിഭയങ്കരമായിട്ടുള്ള കടലായിരുന്നു. അതിലാണ് അവിടെ കാണുന്നത്, മണലിടിച്ചുകൊണ്ട് പോകുന്ന കാണുന്നത്. എനിക്ക് പുറകിൽ ഇതാ കടൽ കാണാം. കല്ലുകൾ, ഇതൊരു കടൽ ഭിത്തിയുടെ കല്ലുകളാണ് കേട്ടോ. കടൽ ഭിത്തി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കല്ലുകളാണ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ വീടുകളും ഒക്കെ പോയിട്ടുള്ളതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം. അവിടെ ഒരു ഹോം സ്റ്റേയുടെ പണി നടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. അവിടെ കടൽ ഭിത്തി കുറച്ച് ഭാഗത്ത് കടൽ ഭിത്തി അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം വലിയ പ്രശ്നമില്ലാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെയും പ്രശ്നമായിട്ടുണ്ട്. അവിടെയും ആ കടൽ ഭിത്തിയും ഏകദേശം പോവാറായിട്ടുണ്ട്. ഇതൊന്നും കടക്കാൻ പറ്റില്ല. അവർക്ക് തെങ്ങൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും മറിഞ്ഞ് വീഴാം. എങ്ങനെയാണ് അപ്പുറത്ത് കടക്കുക? തെങ്ങിൻ്റെ അപ്പുറത്ത് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെങ്ങും ഇവിടെ തലയിലേക്ക് മറിഞ്ഞു വീഴും. അതിലും ഓടിക്കിടക്കാം. അതെങ്ങനെ നിൽക്കണ അതിൻ്റെ ഇപ്പുറത്ത് കൂടെ ഞാൻ ഇപ്പോൾ വന്നത്. എപ്പോൾ വേണമെങ്കിലും വീഴാട്ടാ. അപ്പോൾ അങ്ങനെ ഓഡിയോ എത്രത്തോളം ക്ലിയർ ആവേണ്ടതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇപ്പോൾ ഞാനിത് മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, മൈക്ക് എടുത്തിട്ടില്ല. ഞാൻ ഈ വഴിക്ക് പാസ് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. കാരണം മൈക്കും ക്യാമറയും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ജസ്റ്റ് മൊബൈലിൽ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഓഡിയോ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഓഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പറയണത് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതാ ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടോ, ഇതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. ഇവിടെ വർഷങ്ങളായിട്ടുണ്ട് ഈ കടലാക്രമണം തുടങ്ങിയിട്ട്. പക്ഷേ അതിന് ഇതുവരെയും ഒരു പരിഹാരമായിട്ടില്ല. അപ്പം ഞങ്ങളുടെ അവിടുത്തെ കഥ, ഏങ്ങണ്ടിയൂരത്തെ കാര്യം ഇന്നലെ കാണിച്ചു. വടനപ്പള്ളി പഞ്ചായത്തിൻ്റെ പൊക്കാഞ്ചേരിയിലത്തെ കാര്യം കാണിച്ചു. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് ഒരു കടൽ ഭിത്തി പ്ലാൻ ചെയ്തിട്ടുള്ളത്, ടെട്രാപോഡ് കടൽ ഭിത്തി. അപ്പോൾ ഈ ടെട്രാപോഡ് കടൽ ഭിത്തി വരുമ്പോൾ ഒരു പരിഹാരമാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ചെല്ലാനത്തൊക്കെ സംഭവിച്ചത് നമുക്കറിയാം. ഒരുപാട് കാലം ദുരിതം അനുഭവിച്ചിരുന്ന ചെല്ലാനം ഒക്കെ ഇപ്പോൾ ഒരുവിധം സേഫായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു മേഖലയ്ക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി പോയതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പുറകിൽ കണ്ടോ, ഈ പോയ വീടുകളെയും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ലാൻഡിനെ കുറിച്ച് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിന് തിരിച്ചു പിടിക്കാൻ എന്തായാലും സാധിക്കില്ല. പക്ഷേ ഇനി ബാക്കിയുള്ളത്, അപ്പുറത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് തൊട്ടടുത്ത് തന്നെ. ഈ ഒരു റോഡ്, അതായത് റോഡിൻ്റെ ഇപ്പുറം കംപ്ലീറ്റ് പോയി, റോഡിൻ്റെ അപ്പുറത്ത് ഇനി വീടുകളുണ്ട്. ആ വീടുകളൊക്കെ പോവാതെ നോക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇവിടെ അടിയന്തരമായിട്ട് ചെയ്തേ പറ്റൂ. അടിയന്തരമായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ടെമ്പററി സൊല്യൂഷൻസ് ആണ് നോക്കാറ്. ജിയോ ബാഗ്, അതുപോലെ കുറച്ച് കല്ല് കൊണ്ടിടുക, അങ്ങനെയുള്ള ടെമ്പററി സൊല്യൂഷൻസ് അല്ല ഞാൻ പറയുന്നത്. അടിയന്തരമായിട്ട് നമ്മളിപ്പോൾ ഈ ഉദ്ദേശിക്കുന്ന ടെട്രാപോഡ് കടൽ ഭിത്തി ആണെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റുകൾ ഇടപെട്ടിട്ട് അടിയന്തരമായിട്ട് ചെയ്യാനുള്ളൊരു കാര്യം നോക്കണം. എന്തായാലും ഈ മഴക്കാലത്ത് നടക്കില്ല എന്നറിയാം. അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ ഒന്ന് സ്പീഡപ്പ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഉപകാരമായിരിക്കും. കാരണം ഇവിടെയൊക്കെ നോക്കിയേ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന വീടുകളാണ് കേട്ടോ. കടൽ ഭിത്തി തകർന്ന് കിടക്കുന്ന കണ്ടോ. ഇത് കടൽ ഭിത്തി അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് കടൽ ഭിത്തിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഹോം സ്റ്റേ, റിസോർട്ട്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പുറത്ത് കാണാം, അവിടെ കാണുന്ന കണ്ടില്ലേ, അതൊരു ഹോം സ്റ്റേ ആയിരുന്നു. ഇതും
ഒരു വീടായിരുന്നു മുമ്പ്. പക്ഷേ തകർന്ന് കിടക്കുന്ന കിടപ്പ് കണ്ട, കടൽ ഭിത്തി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഇതായി ഈ കല്ലുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാണ് റോഡ്. റോഡിൻ്റെ അപ്പുറത്ത് വീടുകൾ കണ്ടോ, അവിടെയുണ്ട്, അവിടെയുണ്ട്, അവിടെയൊക്കെ വീടുകളുണ്ട്. റോഡിൻ്റെ അപ്പുറത്ത് വീടുകളുണ്ട്. അപ്പോൾ ഒരുപാട് വീടുകൾ ഇനിയുമുള്ള സ്ഥലമാണ്. റോഡ് അവിടം വരെ പോയിട്ട് അവിടെ അവസാനിക്കുകയാണ്. അവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് വർക്കുകളൊക്കെ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കടൽ കുറച്ച് കല്ലിടുകയും ഭിത്തിയിടുകയൊക്കെ ചെയ്യുന്ന കുറച്ച് പ്രവർത്തികളൊക്കെ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ആയിട്ടില്ല. അതൊക്കെ വെറും ടെമ്പററി സൊല്യൂഷൻസ് മാത്രമാണ്. പെർമനൻ്റായിട്ട് ഇവിടെ ഇനി പ്രശ്നങ്ങളില്ലാതിരിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണം. അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ, അവിടെയൊക്കെ നമുക്ക് കാണാം വീടുകളുണ്ട്. ആകെ തകർന്നു പോയി ഇവിടെ ഈ നാട് തന്നെ പോയിട്ടോ. ഇനി ഇതൊക്കെ കണ്ടോ, റോഡും ഇവിടെയൊക്കെ തൽക്കാലത്തിന് മണ്ണൊക്കെ വെട്ടി വെച്ചിരിക്കുക. ആ വീട്ടിലേക്ക് വെള്ളം പോകാതിരിക്കാൻ അവരാരെങ്കിലും ചെയ്തതായിരിക്കും. കാരണം ഇവിടെ ഇടിഞ്ഞിട്ട് ഇവിടെ നിന്ന് വെള്ളം തള്ളി പോയിട്ട് ഇങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി കണ്ടോ, റോഡിലൊക്കെ മണ്ണ് കയറിയിട്ടുണ്ട്. ആ മണ്ണൊക്കെ ഇങ്ങോട്ട് വെട്ടി വെച്ചിരിക്കുകയാണ്. ആരോ അവിടെ നാട്ടുകാരനെ ചെയ്തതായിരിക്കാം. അപ്പോൾ ഭയങ്കരമാണ് അവസ്ഥ. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, മഴ തോർന്നു. മഴ ഞാൻ വരുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു, അങ്ങനെ റെയിൻ കോട്ടൊക്കെ ഇട്ടു. പക്ഷെ ഇപ്പം മഴയില്ല, മഴ തോർന്നിട്ടാ. കടല് ഇടയ്ക്ക് തരയൊക്കെ വരുന്നുണ്ട്. ഇനി കയറ്റമാകുമ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കൊക്കെ ആകുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല കൂടുതലായിരുന്നു കടല്. ഇന്നിനിപ്പോൾ എന്താവും അവസ്ഥ എന്നറിയില്ല. എന്തായാലും നടക്കാൻ കുഴപ്പമില്ലട്ടാ. എന്തായാലും റിസ്ക് എടുത്തിട്ടാണെങ്കിലും നടക്കാം, അല്ലാണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ വേറെ കൂടുതൽ ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇവിടെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷവും ഒക്കെ ഞാൻ വന്നിട്ട് ഇവിടെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും പറയും, വിഷമിക്കും, സങ്കടപ്പെടും എന്നല്ലാതെ ഇതിൽ യാതൊരു സൊല്യൂഷനും ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എന്താണ് പറയുക, നമ്മൾ ഇപ്പോൾ തന്നെ വീണേ. അപ്പോൾ ഈ ടെമ്പററി സൊല്യൂഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ കടലാക്രമണം എന്നുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പോലെ ആരെങ്കിലുമൊക്കെ വന്ന് നോക്കും, ജനപ്രതിനിധികളോ കളക്ടറോ ആരെങ്കിലുമൊക്കെ വന്ന് നോക്കും. ഒരു ടെമ്പററി എന്തെങ്കിലും ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ പാസ്സാക്കും, ചിലപ്പോൾ കുറച്ച് കല്ല് കൊണ്ടിടും. അത്രയേ ഉള്ളൂ ഇവിടുത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ കറുത്ത് ഇട്ടിട്ടുള്ളതാണ്ടോ, ഒരൊറ്റ ദിവസം കൊണ്ട്, ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതാണ് കേട്ടോ. ഈ തെങ്ങൊക്കെ വീണെടുക്കണുണ്ടോ. ഇവിടെ കഴിഞ്ഞ വർഷം കടലാക്രമണം ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് കയറിയിരുന്നു. പക്ഷേ അതിന് ശേഷം ഇവിടെയൊക്കെ മണലിട്ട് നികത്തി, അത്രയും കുറേ ഏരിയ നല്ല രീതിയിൽ നികത്തി വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് അതെല്ലാം തകർത്തെറിഞ്ഞ് ഇവിടെയൊക്കെ വീടുകളുള്ളതാട്ടോ. റോഡിൻ്റെ അപ്പുറം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളുള്ളത്. അതിൻ്റെ ഇപ്പുറം ഈ ഒരു ഏരിയ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോയി ഇന്നലെ ഒന്ന് കുഴിച്ചു കൊണ്ടുവരിക്കുന്നുണ്ടോ. അതായത് ഇവിടെ അവിടെ കണ്ടോ, അവിടെ കുറച്ച് ഭാഗത്ത് കടൽ ഭിത്തിയുണ്ട്. ആ കടൽ ഭിത്തിയുടെ ഇപ്പുറത്താണ് ഇപ്പോൾ ഈ കുഴിക്കൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ കടൽ ഭിത്തിയുടെ ഒരു എഫക്റ്റ് വരുന്നുണ്ട് ഇതിൽ. അങ്ങനെയാണ് ഇവിടെ ഇത്രയും ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പോട്ടേട്ടാ, ശരി. ഇത് ഇപ്പോഴൊന്നും അവസാനിക്കണ മട്ടില്ല. ഇനിയിപ്പോൾ കാലവർഷം തുടങ്ങിയിട്ടില്ലല്ലോ.
ഇനിയിപ്പോൾ കാലവർഷം 26-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കാലവർഷം തുടങ്ങുമ്പോൾ ഇനി എന്താവും അവസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ശരി, പോട്ടെ.